ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഇതാണ് നമ്മുടെ എഗ് ക്യാബേജ് തോരൻ. അപ്പോൾ ഇതിന് വേണ്ടത് ഈ ക്യാബേജ് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാം സവാള, ഒരു സവാള ഒരുമാതിരി വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി ഒരു 5-10 കഷ്ണം ഇതുപോലെ കൊച്ചായിട്ട് അരിഞ്ഞ്, ഒരു 3 പച്ചമുളക്, വേപ്പല, ഉപ്പ്, കടുക്, ഉഴുന്നുപരിപ്പ്, 3 മുട്ട, ഒരു അരമുറി തേങ്ങയുടെ പീര, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ്. കടുകൊക്കെ പൊട്ടിക്കാനുള്ള എണ്ണ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രൊസീഡിയറിലോട്ട് കിടക്കാം. ഇപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് ആദ്യമായിട്ട് അതൊന്ന് സിമ്മിലിടുക. എന്നിട്ട് വേണം ഈ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് സിമ്മിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറാണ്. ഇത് നമ്മൾ വേപ്പില ഇടുക, പച്ചമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സവാള ഇടുക. സവാള ഇടുമ്പോൾ നമ്മൾ തൽക്കാലം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഇനി നമ്മളിതിലോട്ട് ആ മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ ഇതിൽ സവാള വെന്തിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളൊന്ന് കടിച്ച് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്യാബേജ് ഇടാൻ. സവാള, വെളുത്തുള്ളി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അപ്പോൾ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിലോട്ട് ക്യാബേജ് ഇടുക. ഇത് ഏകദേശം 300 ഗ്രാം ക്യാബേജാണ്. അപ്പോൾ നമ്മളിതിൽ 3 മുട്ടയാണ് ഉപയോഗിക്കുക. അപ്പോൾ 100 ഗ്രാമിന് ഒരു മുട്ട വരും. അപ്പം ഇത് വേകാനായിട്ടൊരു 5 മിനിറ്റെങ്കിലും എടുക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂടി വെച്ച് ഒരു 1/2 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. നമ്മളിതിൽ ഒഴിക്കാനുള്ള 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിക്കുക. അപ്പോൾ 3 മുട്ട, ഇച്ചിരി കുരുമുളക് പൊടി, ഒരു ഇച്ചിരി ഉപ്പ്, ഇത്ര ഇട്ട് അടിച്ചെടുത്തിരിക്കുക. മുട്ടയൊക്കെ ഇടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉപ്പ് ഒന്ന് ശരിയാണോ എന്ന് നോക്കണം. കറക്റ്റാണെങ്കിൽ, പോരാങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കും. ഉപ്പ് കുഴപ്പമില്ല. ഇപ്പോൾ ക്യാബേജ് ഒരുമാതിരി വെന്തിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പീര ഇടുക. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊസീഡിയർ, ഈ മുട്ട. അപ്പം അത് ആദ്യം ഈ ഭാഗം ഒന്ന് ഗ്യാപ്പ് ഉണ്ടാക്കുക. അവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ആ മുട്ട ഈ ഗ്യാപ്പിലോട്ട് ഇവിടെ ഒഴിക്കുക. മുട്ട ആ ഗ്യാപ്പിൽ ഒഴിച്ചിരിക്കുക. അതൊക്കെ പതുക്കെ കട്ടിയായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. സ്ക്രംബിൾഡ് എഗ്ഗ്. ഇനി ഇതിലോട്ട് ആ ക്യാബേജും കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ ക്യാബേജ് മുട്ട തോരൻ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ.